എന്താണ് ഡെങ്കിപ്പനി, എങ്ങനെ നമുക്ക് അതിനെ ചികിത്സിക്കുക, എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡെങ്കിപ്പനി വരുത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ്. പകൽ കുത്തുന്ന ഒരു കൊതുകാണിത്. മോസ്കിറ്റോ ബോൺ ഡിസീസിനകത്ത് വരുന്നതാണ്. ഒപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പനി, അല്ലെങ്കിൽ തലവേദന, ശരീരവേദന. അങ്ങനെ അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരവസ്ഥ, ഹെമറേജിക് ഡെങ്കു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പ്ലേറ്റ്ലെറ്റ് നമുക്കറിയാം ഏതാണ്ട് 1,00,000 വരെയൊക്കെ നോർമലാണ്. അതിൽ താഴോട്ട് വന്നത് 20,000-ൽ താഴെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ വേണ്ടി വരുന്ന രോഗമാണ്. ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് നമുക്ക് പുറത്ത് ഈ രോഗലക്ഷണങ്ങൾ കാണത്തുള്ളൂ. ഏതാണ്ട് 7 ദിവസം വരെ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡാണ്. അതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ടെസ്റ്റാണ്. അതിൽ ഈ പറഞ്ഞ NS1 ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ, ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് ഇത് വന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റുകൾ IgG IgM നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാക്കും. ഒപ്പം ഇതിനകത്ത് ചികിത്സയെന്ന് പറയുന്നത് ഈ കൊതുകിനെ ഒഴിവാക്കുക, കൊതുക് നിവാരണം, മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുക, നെറ്റ് ഉപയോഗിക്കുക, ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ നോക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റും. ചികിത്സിക്കാനായിട്ട് ഹോമിയോപ്പതിയിൽ യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം, റസ്റ്റോക്സ്, അല്ലെങ്കിൽ കരേക്ക പപ്പായ, സൾഫർ, ഫോസ്ഫറസ് എന്ന് പറയുന്ന തുടങ്ങിയ ഒരുപാട് മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. അതിന് പ്രതിരോധമായിട്ടും നമുക്ക് ഈ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.